എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു ആപ്പ് കമ്പനിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഹാവ് ടു ഹാവ് എ ടീം. ഒരു 5 ആൾക്കാർ ഡെവലപ്പേഴ്സ്, 5 ആൾക്കാർ ഡിസൈനേഴ്സ്, പിന്നെ അതിന്റെ ബാക്ക് എൻഡ് ഹാൻഡിൽ ചെയ്യുന്ന ടീം. അപ്പോൾ ഹൗ എഫക്റ്റീവ് ഇറ്റ് ഇസ്, ലൈക്ക് ഇഫ് യു കുഡ് കമ്പയർ ലൈക്ക് ആപ്പ് ബിൽഡർ, ആപ്പ് മേക്കർ ആൻഡ് ആപ്പ് ബിൽഡർ, ഹൗ ഈസി വുഡ് ഇറ്റ് ഈസി ഇതിനെ എളുപ്പമാക്കണം? ഹൗ മച്ച് ഈസിയർ ഇറ്റ് ഈസ്? ആപ്പ് മേക്കർ ആസ് എ മൊബൈൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, റൈറ്റ്? നമ്മളവിടെ പ്രൈമറിലി ഈ അതിന്റെ എല്ലാ കോർ എന്താ പറയുക ഫണ്ടമെന്റൽ സാധനങ്ങൾ അവിടെ ഓൾറെഡി പ്രീ ബിൽഡ് ആണ്. യു ഡോണ്ട് റിയലി ഹാവ് ടു റീഇൻവെന്റ് ദ വീൽ, റൈറ്റ്? ഇപ്പൊ കാർട്ട് ആണെങ്കിലും ചെക്ക്ഔട്ട് ആണെങ്കിലും പ്രൊഡക്റ്റും ഇതൊക്കെ ഫണ്ടമെന്റലി ഇറ്റ്സ് കൈൻഡ് ഓഫ് സെയിം ഫോർ എവരിവൺ. ദ ഓൺലി തിങ് ഡസ് ചേഞ്ചസ് ദെയർ ലേഔട്ട്, അവരുടെ ഫ്ലോ. ഇങ്ങനത്തെ ഒരു 10-15 എലമെന്റ്സ് മാത്രമായിരിക്കും ഇവിടുന്ന് ഡിഫറെന്റ് ആയിട്ട് മാറുന്നുണ്ടാവുള്ളൂ. നമ്മളത് ഫിഗർ ഔട്ട് ചെയ്ത മെത്തഡോളജി എന്ന് പറയുന്നത് we'll learn everything on a fundamental side. We'll attach other people to customize on top of that. Got it. Right. ഇന്ന് നിങ്ങൾക്ക് ആപ്പ് മേക്കർ വെച്ചിട്ട് ഡിഫറെന്റ് സെറ്റ് ഓഫ് യൂസ് കേസ് ഉള്ള മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്യാം. ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ബോംബെ ഷർട്ട്സ്, റൈറ്റ്? ബോംബെ ഷർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കസ്റ്റം ഫിറ്റ് ഷർട്ടാണ്, റൈറ്റ്? അവരുടെ ഇപ്പൊ എനിക്ക് ഈ ടൈപ്പ് കോളർ വേണോ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡ്രസ്സ് ഫുൾ കൈ വേണം, എന്റെ മെഷർമെന്റ് അവരെടുത്തിട്ട് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ഷർട്ട് ഓർ പാൻസ് ദേ ഡു ഇസ് കസ്റ്റം. എല്ലാ മൊബൈൽ ആപ്പ് ത്രൂ അവർക്ക് ചെയ്യാൻ പറ്റും. അതൊരു നോർമലി കൊമേഴ്സിനേക്കാളും അപ്പുറമുണ്ട്, കാരണം കസ്റ്റമർ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം അവിടെ. There's another brand which is launching now called Shishi Tattva. Okay. Right. So their experience is more into like a Swiggy or Zepto like experience. Okay. Right. Quick commerce ആണ് അവരുടെ ഒരു കോർ പില്ലർ. അതൊരു ഡിഫറെന്റ് സെറ്റ് ഓഫ് എന്താ പറയാ നമ്മളിൽ ഉണ്ടാക്കിയൊരു സെറ്റ് ഓഫ് ആപ്പാണ്, വിച്ച് ഈസ് ഗോണ ഗിവ് വെരി സിമിലർ എക്സ്പീരിയൻസ് ലൈക്ക് Zepto or Swiggy, Instamart. അപ്പോ ക്വിക്ക് കൊമേഴ്സ് രീതിയിലുള്ള സാധനമാണ് അത്. If you look at another company called Super Tails, they are into pet food and everything, right? അവരുടെ മൊബൈൽ ആപ്പിൽ അവര് പെറ്റിന്റെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. Along with that, consultation is also they are doing, right? That also is in the mobile app itself. Wow. Right. Basically, what you can do is you can book a consultation in the mobile app. You just make the payment, you get all the details of that. By end-to-end flow, ഇവർക്ക് ഇവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്യുന്ന വാല്യൂ ഫെലിക്സ് വെച്ച പോലെ 4-5-6 ഡെവലപ്പേഴ്സ് എല്ലാം വെച്ചുണ്ടാക്കുന്നത് കോർ ഫണ്ടമെന്റൽ എല്ലാം നമ്മളെടുത്ത് പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. സോ അവിടെ നമ്മളെടുത്ത് ഇപ്പം end-to-end യൂസ് കേസ് നമ്മളെടുത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അവിടെ തരും. അതിന്റെ മേലെ വേറെ ആൾക്കാർക്ക് വന്ന് അവർക്ക് വേണ്ട രീതിയിൽ ഡിസൈൻസോ എന്തും കസ്റ്റമൈസ് ചെയ്യാം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് there could be integrations, right? You have an app, right? For example, you have the A/B testing app, right? What happened was currently it only works on Shopify, on a website, right? Correct. What we let you do is that we let you integrate those apps into App Maker. Then what do you have? നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് മേക്കറിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും A/B testing വൺ ക്ലിക്കില് വെബിലും മൊബൈൽ ആപ്പിലും A/B ടെസ്റ്റിംഗ് ചെയ്യാം. ദാറ്റ്സ് എ വാല്യൂ ആഡ് ഫോർ യുവർ പാർട്ട്ണർ. മനസ്സിലായി. അപ്പൊ ആപ്പ് സ്റ്റോറിന്റെ ഉള്ളിൽ, ആപ്പ് മേക്കറിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും നമുക്കൊരു ആപ്പ് സ്റ്റോർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ മൊഡ്യൂൾ പോലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനാലിറ്റീസ് കിട്ടും. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. അപ്പൊ നാളെ ഒരു ആൾക്ക് ഒരു സെപ്റ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലത്തെ ഒരു സംബന്ധം തുടങ്ങണമെങ്കിൽ ഗോ ടു appmaker.xyz, എന്നിട്ട് ഗ്രോസറി അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഡെലിവറി മൊഡ്യൂൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അതുപോലത്തെ ഒരു ആപ്പ് കിട്ടും. ഹൗ കോസ്റ്റ് എഫക്റ്റീവ്? അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 5 years അല്ലെങ്കിൽ 2 years റൺ ചെയ്യാന്ന് വിചാരിക്കുക, ലൈക്ക് ദിസ് വേഴ്സസ് someone is hiring a team. ഇപ്പൊ ഹയറിംഗ് എ ടീമിൽ എന്ത് വരുന്ന കോംപ്ലക്സിറ്റീസും ഇതിൽ വരുന്നതും can you share? So I think one of the biggest thing is that difference, right? കാരണം buy versus build versus buy എന്നാണ് ഇതിന്റെ പ്രോപ്പർലി പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ബിൽഡ് ചെയ്യാം. നമുക്കിപ്പോ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഹയർ someone to build an app, right? ഈ ഫംഗ്ഷനാലിറ്റി വേണം, അത് വേണം, ഇതെല്ലാം വേണമെന്ന് പറയാം. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു റിക്വയർ ആൻഡ്രോയിഡ് ഡെവലപ്പർ, iOS ഡെവലപ്പർ വേണം. രണ്ടുപേരും ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 to 6 months എടുക്കും നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾ ആപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഫ്ലോ ടെസ്റ്റ് ചെയ്യണം, പല യൂസ് കേസുകൾ ഉണ്ടാവും. ദാറ്റ്സ് എ വൺ തിങ്, റൈറ്റ്? ഓൺ ടോപ്പ് ഇത് മാനേജ് ചെയ്യാനുള്ള ബാക്ക് ആൻഡ് സെർവേഴ്സ് വേണം. സെക്കൻഡ് പാർട്ട്, റൈറ്റ്? തേർഡ്, ഇപ്പൊ ഇത് പ്രൈമറിലി മാനേജ് ചെയ്യ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റിട്ടൻഷൻ നോക്കുന്ന ഒരാളായിരിക്കും. അവർക്ക് യൂസ് ചെയ്യാനുള്ള CMS വേണം. ഈ 3 ബിൽഡ് ചെയ്യാൻ മിനിമം നിങ്ങൾക്ക് ഒരു 4-5 റിസോഴ്സ് ഒരു
4 to 6 months വർക്ക് ചെയ്യേണ്ടി വരും ഇനീഷ്യൽ വെർഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ബഡ്ജറ്റും തന്നെ ഇൻ ലൈക്ക് ഡബിൾ ഡിജിറ്റ് ലാക്സ്, ഡബിൾ ഓർ ട്രിപ്പിൾ ഡിജിറ്റ്സ് ആയിരിക്കും. മേ ബി 1 CR ഒക്കെ എത്തും. സാലറി എല്ലാം കൂട്ടിയിട്ട് 1 CR പ്ലസ് ഒക്കെ എത്തുന്ന സംഭവമാണ്. ക്വാളിറ്റിയിൽ ആപ്പ് ബിൽഡ് ചെയ്യണം, ക്വാളിറ്റിയുള്ള ആപ്പ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ആപ്സ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു വാണ്ടഡ് ടു ഗ്രോ, റൈറ്റ്? ദിസ് ഇസ് വൺ പാർട്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇഫ് യു റിയലി തിങ്ക് അബൌട്ട്, നിങ്ങളൊരു D2C ബ്രാൻഡ് റൺ ചെയ്യുകയാണെങ്കിലോ, so the talent you will be getting is not the most great engineer that you will be able to build that, right? You may get, but the chances is very low, right? As a technology company, that's our core, right? So we had the best engineers and we built the best platform for doing that, right? And 1/10 of the price what you are paying for that. Okay. So like അവിടെ ഒരു 1 CR സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ so നമ്മുടെ പ്ലാറ്റ്ഫോമില് ഇറ്റ്സ് എ, നിങ്ങൾക്ക് ആപ്പ് ബിൽഡ് ചെയ്തെല്ലാം കഴിഞ്ഞ് the moment that you go when live to App Store or Play Store, that's only your subscription will start. Okay. അതുവരെ you can try it out, test it out on your phone. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡിസൈൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു ഏജൻസി ഏൽപ്പിക്കാം. നിങ്ങൾ എന്നാണോ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോർ ലൈവ് പോകുന്നത് അന്ന് തൊട്ട് മാത്രമാണ് യു സ്റ്റാർട്ട് ബില്ലിംഗ്. Nice. So yeah, that's a very good it will let you know എക്സ്പെരിമെന്റ് ചെയ്താൽ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു ബ്രാൻഡും നമ്മുടെ ബ്രാൻഡുകൾ മൊബൈൽ ആപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 to 6 months കഴിയുമ്പോഴേക്കും 20 to 30% അവരുടെ ഓൺലൈൻ റവന്യൂ മൊബൈൽ ആപ്പിലൂടെ വരും. റിയൽ വേൾഡ് എക്സാമ്പിൾസ് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ലെറ്റ്സ് സേ ഒരു ബ്രാൻഡ് ഡെസ്ക്ടോപ്പ് മാത്രമായിരുന്നുള്ളൂ, then they had app. So we have couple of brands who does their majority revenue through mobile app. Oh, the majority means like more than 50%. okay. Starting സമയത്ത് they were doubtful. They were really doubtful that അവർക്ക് മൊബൈൽ ആപ്പ് വേണോന്ന് തന്നെ അവര് ഡൗട്ട് ആയിരുന്നു. Okay. അവിടെ നിന്ന് അവര് ഒരു more than 50% റവന്യൂ in less than 3 months കൊണ്ട് അവര് കവർ ചെയ്തു. Correct. And they don't have to spend much money in maintaining the app. Exactly. ചെറിയൊരു മന്ത്ലി എമൗണ്ട് ആപ്പ് മേക്കർ പേ ചെയ്ത ആൻഡ് ഓൾ തിങ്സ് ഇസ് സെറ്റ്. Yes. They don't need to worry about ഇപ്പൊ 1000 ഓർഡർ 2000 ഓർഡർ വന്നു കഴിഞ്ഞാൽ they don't need to They don't really have to worry about it. Even they're running a flash sale, we'll make sure we'll handle it. correct. അതാണ് ബിഗർ അഡ്വാൻറ്റേജ്. Bigger advantage. And ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിന്റെ ഒരു ലോങ് ടേമിലാണെങ്കിലും ഷോർട്ട്, ഇപ്പം ഇഫ് യു റിയലി തിങ്ക് അബൌട്ട് ഹൗ സോഫ്റ്റ്വെയർ SaaS കമ്പനി ഹാസ് ബിക്കം, റൈറ്റ്? പണ്ടൊരു വൺ ടൈം കോസ്റ്റിൽ ബിൽഡ് ചെയ്യുന്നതായിരുന്നു ഇനീഷ്യൽ ഉണ്ടായിരുന്നു. ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ പ്രോപ്പർലി ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം എൻഡ് സിസ്റ്റംസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്.